ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളക. വളരെ മനോഹരമായ ഒരു വാക്യശാലം. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നാം രണ്ട് വ്യക്തിത്വങ്ങൾ അടങ്ങിയ ഒരു മനുഷ്യനാണ്. മനസ്സിലായോ? നമ്മിലൊരു പഴയ മനുഷ്യനുണ്ട്, അതുപോലെ യേശു കർത്താവ് അതിൽ തന്നെ നട്ടതായ ഒരു പുതിയ മനുഷ്യനും ഉണ്ട്. പഴയ മനുഷ്യൻ ഒരു പരാജയപ്പെട്ടാലും അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യേണ്ടത് പുതിയ മനുഷ്യന്റെ ഒരു ചുമതലയാണ്. അതൊരു കില്ലിങ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അതിനെ പതിയെ അതിൻ്റെ ജീവൻ ഇല്ലാതാക്കി പുതിയ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതാണ്. ആരാണ് ഈ പഴയ മനുഷ്യൻ? ഈ ഞാൻ എന്നൊക്കെ പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു പോയി, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു. അതുപോലെ ആ പുതിയ മനുഷ്യനെയാണ് ആ രണ്ടാമത് പറയുന്നത്. ഞാൻ ജീവിക്കുന്നത് രണ്ടാമത് ഞാൻ എന്ന് പറയുന്നത് പുതിയ മനുഷ്യനാണ്. ദൈവത്തിന് നമ്മളെല്ലാവർക്കും ഈ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഉണ്ട്. അത് നീക്കം ചെയ്തിട്ടില്ല. ഈ പഴയ മനുഷ്യൻ നമ്മിൽ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താ? എനിക്ക് അറിയാം, ഒരു സഹോദരിയും ഭയങ്കര ആത്മീയത, ഒരുപാട് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ്. പക്ഷേ എങ്കിൽ തൻ്റെ കൂട്ടായ്മയിൽ തന്നെ ഉള്ള വേറൊരാളിൻ്റെ മകന് വലിയ ഒരു കോഴ്സൊക്കെ കിട്ടി, അവന് ദൂരെ പഠിക്കാനൊക്കെ പോയി, പെട്ടെന്ന് വലിയ റാങ്കൊക്കെ കിട്ടി, എങ്ങനെ പോയി. ഇത് കണ്ടപ്പം ആ മറ്റേ ഭയങ്കര കൂട്ടുകാരിയാ, ഉടനെ കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ കരഞ്ഞിട്ട് അവർ പറയാണ്, എൻ്റെ മക്കൾക്ക് ഇനി എന്ത് കിട്ടാനാണ് പോകുന്നത്. എത്ര ആത്മീയരാണെങ്കിലും അസൂയ, കുശുമ്പ് ഇതെല്ലാം അവിടെ കാണും. അത് പഴയ മനുഷ്യന്റെ ലക്ഷണമാണ്. കൂടാതെ കണ്ണ് വളരെ സൂക്ഷിക്കണം. ഓപ്പോസിറ്റ് സെക്സിനെ ഉള്ള വ്യക്തികളെ ആയിട്ട് ബന്ധപ്പെടുമ്പോഴോ ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഒരു അപ്പച്ചൻ യോഹന്നാൻ ഉപദേശിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് 88 വയസ്സ് വരെ ജീവിച്ചു. 80 വയസ്സ് കഴിയുന്ന സമയത്തൊക്കെ കൂട്ടായ്മയ്ക്ക് ഒന്ന് പ്രസംഗിച്ചു. ആ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞതാണ്, എനിക്ക് എന്നെ തന്നെ ഇപ്പോഴും പേടി ഉണ്ട് കളറ് കാണുമ്പോൾ. കളറ് കാണുമ്പോൾ പേടിച്ചു. അതാണ് പഴയ മനുഷ്യൻ. ഇനി ഇതുപോലും പറഞ്ഞാൽ ഈ പഴയ മനുഷ്യന് വേറെ പേരുകളാണ്. ലോക മനുഷ്യൻ, ജഡീയ മനുഷ്യൻ, അയ്യോ, ഞാൻ ഒരുപാട് ബൈബിളിലെ പേരുകളുണ്ട്. ഇപ്പം ഈ പഴയ മനുഷ്യൻ നമ്മളിൽ ഉണ്ടെന്നുള്ളത് ഇപ്പം ബോധ്യമായല്ലോ. അതേസമയം ആത്മീയ മനുഷ്യനാണ് ശക്തിപ്പെടേണ്ടത്. എങ്ങനെയാണ് ആത്മീയ മനുഷ്യനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റും? പഴയ മനുഷ്യനെ പുതിയ മനുഷ്യനെ ശക്തിപ്പെടുത്തുമ്പോൾ, ആത്മീയ മനുഷ്യനെ ശക്തിപ്പെടുത്തുമ്പോൾ, സ്പിരിച്വൽ മാനെ ശക്തിപ്പെടുത്തുമ്പോൾ പഴയ മനുഷ്യൻ ഡൈ ഔട്ട് ആയിക്കോളും. മനസ്സിലായല്ലേ? അതിങ്ങനെ സ്വാഭാവികമായിട്ട് കാണും. അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മുറിയിൽ, നിങ്ങൾ കിടക്കുന്നിടത്ത് ഒരു മൂലയിൽ ഒരു ചെറിയ മേശയും ഒരു ലാമ്പും, മനസ്സിലായില്ലേ, അവിടെ വായിക്കുവാനുള്ള ക്രമീകരണം കഴിക്കണം. രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒന്ന് കർത്താവിന് നന്ദി പറയണം. രണ്ടാമത് ദൈവഭജനവുമായിട്ട് അല്പസമയം രാവിലെ ഇരുന്ന് കർത്താവിൽ നിന്ന് കേട്ടേച്ച് അന്നത്തെ എല്ലാ ആവശ്യങ്ങളും കർത്താവിനൊക്കെ ഞങ്ങൾ പരമേൽപ്പിച്ച് കർത്താവിനോട് ചേർന്ന് എഴുന്നേറ്റ് പോണം. മനസ്സിലായില്ലേ? അതാണ് ആവശ്യം. അങ്ങനെ പോകുമ്പോഴാണ് അന്നത്തെ ദിവസം നമുക്ക് വിജയിക്കാൻ പറ്റും. ക്രിസ്ത്യാനി വിജയിക്കേണ്ടവരാണ്. നമ്മൾ തോറ്റുപോകേണ്ടവരല്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ അച്ചടക്കത്തോടെ ദൈവത്തിൻ്റെ കുഞ്ഞ് രാവിലെ തന്നെ വേണം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് കേട്ടു, വളരെ രസമാണ്. 101-ാം സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ കാണും, ഞാൻ രാവിലെ തോറും ദേശത്തില് ഇറങ്ങിച്ചെന്ന ദേശത്തിലും എല്ലാവരെയും നശിപ്പിച്ചു കളയും, കൊന്നുകളയും. ഇതൊരു കില്ലിങ് പരിപാടിയാണ്. അതൊരു കാവ്യാത്മകമായിട്ടാണ്, അത് കവിതയാണ്. അദ്ദേഹം രാവിലെ ദേവാലയത്തിൽ പോയി
ദൈവമായിട്ട് അഭിമുഖം ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നമ്മിലുള്ള ആ സകല വിക്കറ്റ്നെസ്സിനെയും കൊല്ലുന്നത് രാവിലത്തെ പണിയാണ്. രാവിലെ ചെയ്താൽ അന്നത്തെ പകൽക്കാലം മുഴുവനും വിജയിക്കുവാനാണ് സാധിക്കും. അതുകൊണ്ട് അതൊരു കടമയാണ്, എ കില്ലിങ് ഒബ്ലിഗേഷൻ. ആ ഒരു കടമ ചെയ്ത് മുന്നോട്ട് പോയാൽ പഴയ മനുഷ്യനെ നമുക്ക് എളുപ്പമായിട്ട് ഉരിഞ്ഞ് കളയാവാനായിട്ട് സാധിക്കും. അത് എളുപ്പമുള്ള കാര്യമല്ല, ക്രമമായിട്ട് അങ്ങനെ ഉരിഞ്ഞ് അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതം ആണ് നമുക്ക് വേണ്ടത്, വിജയിക്കുന്ന ഒരു ആത്മീയ ജീവിതം. കർത്താവ് ഈ സന്ദേശത്തിലൂടെ നമ്മെ അതിൽ ബലപ്പെടുത്തട്ടെ. ആമേൻ.